2026 മുന്നണികളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു തുടങ്ങിയിരിക്കുന്ന അവസരത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർണയിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ചിലരെ ഒതുക്കി തീർക്കാൻ വേണ്ടി ചില പ്രത്യേക മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുകയും ചെയ്യും. അതാണ് കാണാൻ പോകുന്നത്. 2021 നമ്മൾ കണ്ടു, ചിലരെ പാടെ അങ്ങ് വെട്ടി നിരത്തി. ഡോക്ടർ തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും EP ജയരാജനെയും വമ്പന്മാരെ തന്നെ. ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം സുധാകരൻ്റെയൊക്കെ റോൾ എത്രത്തോളം വലുതാണ് എന്ന്. തോമസ് ഐസക്കിനെ അതും പോരാഞ്ഞിട്ട് 2024 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ തോൽവിയിലൂടെയും ഒതുക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ 26 തെരഞ്ഞെടുപ്പിൽ വേറൊരു വിചിത്രമായ കാര്യം കൂടി CPM ചെയ്യാൻ പോകും. പിണറായി ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അതായത് യുവനിരയെ കൊണ്ടുവരുന്നു. എങ്ങനെയുള്ളത്? തോൽക്കാനായിട്ട് ജനിച്ചവർ, അങ്ങനെയുള്ള ചില യുവനിരകളെ. നമ്മുടെ AA റഹീം ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് ചാവേറാകുന്ന, പിന്നെ അതുകൂടാതിട്ട് ചിന്തോ ജെറോം, നമ്മുടെ കേരള സർവകലാശാലയിൽ ഇത്രത്തോളം നല്ലൊരു ഗവേഷണ പ്രബന്ധം ഇല്ല, അത് ചിന്തോ ജെറോമിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ ചിന്തോ ജെറോം ചിലപ്പോൾ കൊല്ലത്തായിരിക്കും മത്സരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്ത് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് എളുപ്പമാണ്. നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി. രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ ചിന്തോ ജെറോം തോറ്റിരിക്കും. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ വികസനത്തിൽ കുളിപ്പിച്ച് കടത്തിയിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ നേമം മണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെന്നാണ് പറയുന്നത്. BJP ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെ ഒന്നാന്തര ഒരു ചാവേറായിട്ട് ആര്യ രാജേന്ദ്രൻ മാറുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ പുതുപ്പള്ളിയിലെ പതിവ് പോലെ തന്നെ സ്ഥിരം നടൻ നമ്മുടെ ജെയ്സി തോമസ് 2026 വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു CPM ഏറ്റവും കൂടുതൽ ചാവേറായി മാറുന്ന ഒരാളായി മാറും സഖാവ് ജെയ്സി തോമസ്. ഇനി അതുകൂടാഞ്ഞിട്ട് 26 തെരഞ്ഞെടുപ്പിൽ 2 മുതിർന്നവരെ നിർത്തി ചാവേറാക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് പാർട്ടി. നമുക്കറിയാം EP ജയരാജനെ 2021 മാറ്റിയിട്ട് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ കൊണ്ടു നിർത്തിയത് KK ശൈലജയാണ്. KK ശൈലജ 2016 കേരളത്തിലെ ആരോഗ്യ രംഗത്ത് മികച്ച നേട്ടം ഉണ്ടാക്കി, കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ രാജ്യം മുഴുവൻ അറിയപ്പെട്ടു. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ CPM ഉയർത്തി കാണിക്കാവുന്ന തരത്തിൽ KK ശൈലജ വളർന്നു. അതുതന്നെയാണ് പിണറായിക്ക് വലിയ അസഹിഷ്ണുത ഉണ്ടാക്കിയ കാര്യം. അതുകൊണ്ട് മട്ടന്നൂരിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം KK ശൈലജയ്ക്കാണ്. ജയിച്ചു വന്നു, മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ആരോഗ്യവകുപ്പ് നമുക്കറിയാം വീണ ജോർജിലേക്ക് പോയി. ദാ കിടക്കുന്നു. ആരോഗ്യരംഗത്തിലൂടെ ആയിരിക്കും 2026 കേരള മന്ത്രിസഭയ്ക്ക് പിണറായി വിജയന് ഭരണത്തിന് തകർച്ച ഉണ്ടാകാൻ പോകുന്നത് വീണ ജോർജിലൂടെ ആയിരിക്കും. 2021 ഉണ്ടായത് KK ശൈലജ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയിലൂടെ ആയിരുന്നു. അപ്പോൾ KK ശൈലജയെ ഇക്കുറി പേരാവൂരിൽ കൊണ്ടു നിർത്താനാണ് പാർട്ടി തീരുമാനം. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മത്സരിക്കുന്നത്. അദ്ദേഹം 2011, 2016, 2021 അദ്ദേഹം അവിടുത്തെ MLA ആണ്. KK ശൈലജ 1996 കൂത്തുപറമ്പിൽ നിന്ന് എത്തുന്നത്. 2006 പേരാവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 2021 വന്നിട്ട് മട്ടന്നൂരിൽ നിന്നുമാണ്.
അപ്പോൾ കെ ശൈലജയെ കൊണ്ടു നിർത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി 2016 കെ ശൈലജ കൂത്തുപറമ്പിൽ നിന്നുമാണ്. അപ്പോൾ 21 മട്ടന്നൂരിൽ നിന്ന്, 26 വന്നിട്ട് പേരാവൂരിൽ നിന്നായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. അപ്പം സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തുക, അത് CPMന്റെ വലിയ ഒരു ആഗ്രഹവും കൂടിയാണ് സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തുക. അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി വരെ ആകേണ്ട ആൾ തന്നെയാണ്. അതിനകത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് അതിനകത്ത് മത്സരമാണ്, വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം നോക്കി നിൽക്കെ വേറെ ഒരാൾ വന്ന് മുഖ്യമന്ത്രിയാകും എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഹരിപ്പാട് പിന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെന്നിത്തലയ്ക്ക് ആകെ കൂടി ഒരു പതർച്ച ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ പിന്നെ KC വേണുഗോപാൽ 1ാം സ്ഥാനത്ത് എത്തിയെങ്കിലും തൊട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. വെറും 1000 വോട്ടുകൾക്ക് മാത്രമേ മുന്നിട്ട് നിൽക്കുന്നുള്ളൂ വേണുഗോപാൽ. അപ്പോൾ BJP കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വലിയ അങ്കലാപ്പ് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിൽ പാർട്ടി ആലോചിക്കുന്നത് VSന്റെ വിശ്വസ്തയായിരുന്ന CS സുജാതയെ കൊണ്ടു നിർത്താനാണ്. CS സുജാത ചെന്നിത്തലയെ മുമ്പ് പരാജയപ്പെടുത്തിയിട്ടുണ്ട് മാവേലിക്കര മണ്ഡലത്തിലെ MP സ്ഥാനത്തിലേക്ക്. അത് പിന്നീട് സംവരണ മണ്ഡലമായി മാറുകയും ചെയ്തു. 2011 വന്നിട്ട് CS സുജാത ചെങ്ങന്നൂരിൽ നിന്നാണ് മത്സരിച്ചത്. PC വിഷ്ണുനാഥിനോട് പരാജയപ്പെട്ടു. PC വിഷ്ണുനാഥ് പിന്നെ 2016 പരാജയപ്പെട്ടു ചെങ്ങന്നൂരിൽ നിന്ന്. 2021 വന്നിട്ട് പിന്നെ കുണ്ടറയിൽ നിന്ന് മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്തി വിജയിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് കുണ്ടറയിലൊക്കെ തന്നെ PC വിഷ്ണുനാഥ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അപ്പോൾ CS സുജാത ഇറക്കി ഹരിപ്പാട് പിടിക്കുക എന്നുള്ളതാണോ, CS സുജാതയെ അവിടെ നിർത്തി ഒതുക്കുക എന്നുള്ളതും പാർട്ടി കാണുന്നുണ്ട്. കാരണം CS സുജാത 3ാം സ്ഥാനത്തേക്ക് വരെ പോകാം. CS സുജാത എന്നല്ല CPM, കാരണം അവിടെ 2ാം സ്ഥാനത്താണ് BJP നിൽക്കുന്നത്. അപ്പോൾ CPMന് ഒരു വലിയ പതനമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് പറവൂരിൽ CPIയിൽ നിന്ന് മണ്ഡലം CPM ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. LDFിലെ ഘടകകക്ഷിയായ CPIയുടെ സീറ്റാണ് എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും അതിർത്തിയായ പറവൂർ നിയോജക മണ്ഡലം. VD സതീശനാണ് അവിടെ നിന്ന് തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നത്. അപ്പോൾ CPMന് അത് ഏറ്റെടുത്തിട്ട് ഒരു വളരെ നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് VD സതീശന് ഏതെങ്കിലും വിധേന പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് CPM ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നിൽ വെള്ളാപ്പള്ളിയും ഉണ്ട്. അപ്പോൾ ചിലരെയൊക്കെ തന്നെ ഇപ്പം പേരാവൂര് ഹരിപ്പാടും ഒക്കെ ചില CPM സഖാക്കളെ CPM തന്നെ കൊണ്ടുപോയി ചാവേറാക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.